ബസ് പോകുമ്പോഴൊക്കെ കാണും നമ്മൾ കോളേജിൽ പോകുമ്പോഴൊക്കെ രാവിലെ ഇറങ്ങുമ്പോഴൊക്കെ കുട്ടികളൊക്കെ ബസ് പോണ തൊള്ളിലൊക്കെ ഇറങ്ങൂലേ അപ്പൊക്കെ കാണും. അത് വേറെ വശം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വരുന്നതേ ഐബീനെ റിപ്പിയും കൊണ്ടാണ്. അങ്ങനൊന്നും കൂടി കിട്ടോ നന്നായി ഒറ്റ തുടങ്ങിയ പിന്നെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഇതായത് നന്നായി എന്നൊക്കെ പറഞ്ഞു. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ എന്തിനാ വന്നതിനാന്ന് വിചാരിച്ചാല് അന്ന് ഞങ്ങള് ലവ് ലെറ്റർ ചെറിയ പൂക്കളും കാത്ത് സൂക്ഷിച്ചിരിക്കുന്നതാണ് ഞങ്ങളൊരു വീഡിയോ ചെയ്തേന്. അപ്പൊ അന്ന് എല്ലാരും ഇങ്ങനെ പറഞ്ഞല്ലേ ലവ് മാരേജ് ആണ്, നിങ്ങൾ നോണ പറഞ്ഞാണല്ലോ അറേഞ്ച്ഡ് മാരേജ് ആണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ നിശ്ചയം കഴിഞ്ഞിട്ട് ഓള് പിന്നെ അയച്ചെന്നാണ് ഗൾഫിക്ക്. കൂട്ടുകാരനോട് വന്നപ്പോ കൂട്ടുകാരനല്ല അമ്മായി വന്ന് അമ്മായിന്റെ കയ്യില് ഓളെ അമ്മായി വന്നപ്പോ കൊടുത്തയച്ചാണ്. അത് ഞാൻ പിന്നെ മക്കത്ത് പോയി വാങ്ങിക്കാണ്. നമ്മളിപ്പോ അതിനല്ല വന്നത്. നമ്മൾ വന്നത് ഇപ്പൊ ഒന്ന് പിന്നെ മാരേജ് സ്റ്റോറി പറയാനാണ്. ഞങ്ങൾ ചോദിച്ചിട്ട് മാരേജ് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കമന്റുകൾ ഉണ്ടായിന്. ചോദിച്ചിട്ട് കുറച്ചായി. ഇതിപ്പോ ഞാൻ പോണെന്നാണ് ഇപ്പൊ വീഡിയോ എടുക്കണത്. ചെറിയപ്പോ വൈകുന്നേരം രാത്രി പോവാണ്. അത് ഞങ്ങളെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ മാരേജ് സ്റ്റോറി എവിടുന്ന് തുടങ്ങണം എന്താണൊന്നും ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരു അങ്ങാടിക്കാരാണ്. ഷെഫീഖിന്റെ കൂട്ടുകാരനാണ് ചെറിയാപ്പൂ. അതൊക്കെ ഇപ്പൊ ഏതായാലും എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി കല്യാണം നടക്കണത് എന്ന് പറയണത് ഞാന് ഗൾഫിക്ക് പോയി ഗൾഫ് നിർത്തി വരികയാണ്. നിർത്തി വേറൊരു വിസ ശരിയാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അത് വന്നിട്ട് പെണ്ണ് കാണാൻ പെണ്ണ് കണ്ടിട്ട് പിന്നെ ഒന്നുകൂടി പിന്നെ വിസ ശരിയായിട്ട് കയറി പോകാന്നുള്ള രീതിക്ക് ഇനി വന്നത്. അങ്ങനെ അങ്ങനെ അവിടുന്ന് വിസ ഒക്കെ ശരിയാക്കിയാണ്ട് ഞാൻ പോരാണ്. ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് 23 വയസ്സായിക്കൊണ്ട് ഞാൻ പോരുമ്പോൾ. അങ്ങനെ പോകുന്ന ഇവിടെ എൻ്റെ അമ്മായിൻ്റെ ചെറുക്കൻ പറഞ്ഞങ്ങാണ്ട് അവിടെ കൂട്ടന്മാരുണ്ട്, കുട്ടികളുണ്ട്, നമുക്ക് പോയി കാണുക, എൻ്റെ പരിചയക്കാരാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞാൻ അങ്ങനെ പോയി കണ്ട ചില സാഹചര്യങ്ങളെ കൊണ്ട് അത് നടന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ നമുക്ക് അടുത്തിന് പോകാനൊക്കെ ഒരു മടി പറഞ്ഞാൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു മടി. ഇങ്ങനെ ചായ കൊണ്ടുവന്ന് തന്നെ അതൊരു എക്സ്പീരിയൻസ് ഇപ്പം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്നാലൊരു മടി വന്നുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കുറച്ചൊരു 23 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഒന്നും കൂടി പോയി വരാം, എന്നിട്ട് നോക്കാന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ വിസ ഏകദേശം സ്റ്റാമ്പയിലും കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പാൻ്റെ കൂട്ടുകാരന് ഇന്ത്യയും കൂട്ടുകാരനാണ് തമ്മിൽ അറിയും. അപ്പോൾ അങ്ങനെ ഞാനും ജാബു എന്നാണ് മൂപ്പരെ പേര്. അപ്പോൾ ജാബുവിനോട് പറഞ്ഞു, ജാബു ഇങ്ങനെ ഷെഫീഖിൻ്റെ പെങ്ങളെ കെട്ടിച്ചാനൊക്കെ കഴിക്കണല്ലോ, നമ്മളൊന്ന് ചോദിച്ചാൽ ഇപ്പം എന്തേക്കാര അവസ്ഥ എന്നിങ്ങനെ ചോദിച്ചു ഞാൻ. അപ്പോൾ ജാബു പറഞ്ഞു അതിനെന്താ ചോദിക്കാല്ല, ഞാൻ ചോദിച്ചു നോക്കണം, ഞാൻ ഓൻ്റെ ഇപ്പം ഏതായാലും എൻ്റെ കൂട്ടുകാരനാണ്. ഫോൺ ചോദിച്ചു അങ്ങനെ പിന്നെ നമ്മളെ കൂട്ടുകാരനാണ്. അപ്പൊ ഞാന് ഇപ്പൊ മൂപ്പര കൂട്ടുകാരനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കിയിട്ട് ഏതായാലും മെസ്സേജ് അയക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പഴയ ക്രിക്കറ്റ് പ്ലെയർ ഒക്കെയാണ്, ഞാൻ ഗ്രൗണ്ടിലേക്ക് കളിച്ചത്. അപ്പൊ അങ്ങനെ പോലെ നമ്മൾ നല്ല പരിചയമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പാക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇപ്പാക്ക് പറഞ്ഞു ഫോട്ടോ അയക്ക്, പിന്നെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ഞാൻ അയച്ചു കൊടുത്തു. അപ്പം ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഷെഫീഖിനോട് പറഞ്ഞു, ഷെഫീഖെ പിന്നെ ഞാൻ അങ്ങനെ അപ്പം നിങ്ങൾ ചോദിച്ചിട്ടോ ഉപ്പാനോട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചേനി. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ചെയ്തു. അങ്ങനെ ആ ടൈമില് ചെറിയപ്പോ ഇവിടെ കല്യാണം ആലോചിച്ച് നടക്കുമ്പോ അവിടെ മറ്റേ സൈഡിൽ ഉമ്മാന്റെ മൂത്തമ്മാന്റെ കുട്ടീന്റെ കല്യാണം നടക്കുകയാണ്. 22-ാം തീയതി കല്യാണമാണെങ്കിൽ 25-ാം തീയതിയാണ് നിശ്ചയം നടക്കുന്നത്. പിന്നെ ഒന്നാമത് ഈ എൻഗേജ്മെന്റ് ടൈം പറയുന്നത് ഞാൻ +1 കഴിഞ്ഞ് മാർച്ചത്തെ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ ഒക്കെ ആയപ്പോഴാണ് ചെറിയാപ്പൂ ഏപ്രിൽ ലാസ്റ്റാണ് എൻഗേജ്മെന്റ് 25-ാം തീയതി. അപ്പൊ ആ ടൈമില് കല്യാണ പെരേന്നാണ് ഓലമ്മ എല്ലാരും ഇങ്ങനെ വിളിച്ചത്. അന്നറിയാലോ ചെറിയ കുട്ടി 16 വയസ്സായിട്ടുള്ള അന്തല്ല. അപ്പൊ ഇങ്ങനെ ഓലമ്മയെ വിളിച്ചു ചോദിച്ച് നമുക്ക് ഓനെ ഇഷ്ടമായി ചോദിച്ചാല് ചെറുപ്പം മുതലേ അങ്ങനെ കാണുന്നതാണ്. നമ്മള് പിന്നെ അങ്ങനെ നമ്മളെ മൈൻഡിലില്ലല്ലോ, കാക്കാന്റെ കൂട്ടുകാരനാണ്, ഗൾഫിൽ നിന്ന് വന്നതാണ്. ബസ് പോകുമ്പോഴൊക്കെ കാണും, നമ്മൾ കോളേജിൽ പോകുമ്പോഴൊക്കെ രാവിലെ ഇറങ്ങുമ്പോഴൊക്കെ കുട്ടികളൊക്കെ ബസ് പോണ തൊള്ളിലൊക്കെ ഇറങ്ങൂലേ, അപ്പൊക്കെ കാണും. അത് വേറെ. പക്ഷെ എന്നാലും ശരിക്കൊരു മറ്റേ കാര്യമായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഏതായാലും ഇപ്പൊക്കെ സമ്മതിച്ചു. ഇപ്പൊ അത് ഇബൽക്ക് അയച്ചു കൊടുത്തു. ഇബൽക്ക് അറിയില്ല ആരാണെന്നുള്ളത്. ഷെഫീഖിനെ അറിയാം, പക്ഷെ ഷെഫീഖ് ഇബലോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത് കണ്ടപ്പോ തന്നെ ഇന്നെ തുരപ്പന്നാ നാട്ടിൽ വിളിക്കല്. എല്ലാരും തുരപ്പന്നാ വിളിച്ചത്. അങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ഇവല്
പടച്ചോനത് തുരപ്പനാണല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞൊരു ഉപ്പടുന്ന ഓക്ക് ഇങ്ങനെ ആലോചന വന്നിരിക്കണം. അത്രയും കാലം എല്ലാരും കല്യാണം ആലോചിച്ചത് ഫുള്ള് ഉമ്മാനോടായതുകൊണ്ട് ഇമ്മ ഇപ്പാക്ക് ഗൾഫ് വിളിച്ച് പറയാണ് ഓളിങ്ങനെ ചോദിച്ചിരിക്കണം എന്താ കഥ. അപ്പൊ പറയും വേണ്ട ആലോചിച്ചെന്റെ ചെറിയ കുട്ടിയല്ലേ ഇപ്പൊ വേണ്ട അറിയും. 3-4 കൂട്ടുകാരന്മാർ എന്നോട് തന്നെ ചോദിച്ചേക്കണ്, എടാ ഷെഫീഖിന്റെ പെങ്ങളെ കെട്ടിക്കുണ്ടാവല്ലേ, കാരണം ഞാനും ഷെഫീഖും ഭയങ്കര കമ്പനി ആയതുകൊണ്ട് എന്നോടും ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ചോദിച്ചോക്ക്, എന്താ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല പറഞ്ഞു ഞാൻ. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെയും വന്നിക്കണ്. ഏതായാലും അങ്ങനെയൊക്കെ എല്ലാവർക്കും സമ്മതമായി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഒന്ന് മുട്ടായി കൊടുക്കലാക്കാന്ന് വിചാരിച്ചങ്ങാണ്ട് ഇവരോട് അന്ന് ഇവിടെ അല്ല പെരയില്ല, ഒരു വിരുന്ന് പോയിക്കാണ്. അപ്പോൾ ഓരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇവിടെ പെരയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പിന്നെ മുട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ മുട്ടായി കൊടുക്കുന്ന സമയത്ത് ഞാൻ വളയും വാങ്ങിക്കണം. ശരിക്കും കല്യാണാലോചന എങ്ങനെയാ വെച്ചാല് നമ്മള് പെരേക്കാല് പെണ്ണുങ്ങൾ കാണാൻ ലാസ്റ്റ് ചെക്കനെ നമ്മള് അങ്ങനെയാണ് സാധാരണ നടക്കല്. ഇന്ന് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാനും ചെറിയപ്പോ ഒന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. വള ഇട്ട് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഞാൻ പോയി വള വാങ്ങിക്കാം, ഇല്ലാത്ത സ്ഥലത്ത് അവിടെ നിന്ന് പറഞ്ഞ കടം വാങ്ങിയിട്ട് പോവുകയാണ് വളയും വാങ്ങിയിട്ട്. ഇനിയിപ്പോ വേറെ ഒന്നിനും കാത്തിക്കണ്ടല്ലോ വെച്ചിട്ടേ വേഗം മുട്ടായി കൊടുക്കുക, വള ഇടുക, പരിപാടി ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോ രണ്ടാമത് പോലെ ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. കാരണം എന്താ അറിയോ, ഒന്ന് നമ്മളെ വീട്, അന്ന് ഈ വീടില്ല കേട്ടോ, അന്ന് സ്ഥലം എടുത്തിട്ടിരിക്കണം, വീടില്ല. നമ്മളെ വീട് കുന്നുമ്മലാണ്. അപ്പൊ അവിടെ തറവാട്ടാരമാര് സെയിം വീടാണ്. വെള്ളം ജലനിധിയാണ്. ആഴ്ചയിൽ ഒരു വട്ടം 2 വട്ടം വരുന്നത്. വഴിയില്ല, ബൈക്ക് വരെ കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വീട്ടില് പെങ്ങളെ പിന്നെ കാര്യം കീർത്തി ആ ഒരു സമയം പിന്നെ രണ്ടാമത് കെട്ടിച്ചതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇവർ അന്വേഷിച്ചിട്ടില്ല. ഷെഫീഖിനോട് ചോദിച്ചേക്കും മോനെ എങ്ങനെയാന്നുള്ളത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നാട്ടില് ജംഷാദ് അന്വേഷണം ചെയ്തിരിക്കണം. അപ്പൊ ജംഷാദിനോട് ചോദിച്ചു. അപ്പൊ ജംഷാദ് ഇവിടെ അങ്ങാടിലൊന്ന് ചോദിച്ചപ്പോ അടാ ഈ ചെറിയാപ്പു എങ്ങനെ, ഈ റാഷിദ് എങ്ങനെയാണ്. അന്ന് ഞങ്ങള് വലിയ കമ്പനി ഇല്ല, ജംഷാദ് കണ്ടു പരിചയം അല്ലാതെ കമ്പനി ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അങ്ങനെ ജംഷാദിനോട് ഇവിടെ ഒന്ന് ചോദിച്ചു. ജംഷാദിനോട് പറഞ്ഞു ഓന് കുഴപ്പമൊന്നുമില്ല, ഓന് ഉഷാറാണ് ആള്, അവന് നല്ല തിന്നും. അങ്ങാടിയിൽ തന്നെ അങ്ങനത്തെ ഒരു പേര് ഇവിടെ ഉണ്ടായിരുന്നു കൂടുതൽ. ഞാൻ അത്യാവശ്യം എല്ലാ കല്യാണങ്ങളും പോയിട്ട്, ഞാനല്ല ഞങ്ങൾ 3 ആൾക്കാരുണ്ട്, എല്ലാം പറയിപ്പിച്ചേക്കണേ. അപ്പൊ ആ ഒരു പേടിയിട്ട് എല്ലാരും നാട്ടുകാരൊക്കെ നിങ്ങളൊന്നും ആലോചിച്ച് കെട്ടാൻ പോണ ചെങ്ങായിന് ഒരാളൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഓരോ തമാശ രൂപത്തിൽ പറഞ്ഞ, പക്ഷെ എന്നാലും പറഞ്ഞോലെ. അപ്പൊ പിന്നെ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ മുട്ടായി കൊടുക്കലും വള കൊടുക്കലും കാര്യമായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് പിന്നെ ഗൾഫ് ഒക്കെ സ്റ്റാമ്പയിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ടിക്കറ്റും വന്നൊക്കെ കഴിഞ്ഞു. ഒരാഴ്ചന്റെ ഇടയിൽ അതൊക്കെ നടന്നു. ഒരാഴ്ച അത് കഴിഞ്ഞാണ്ട് ഞാൻ പോണതിന് മുമ്പ് ഒരു ഫോണും വാങ്ങിക്കൊടുത്തു. ഐഫോണ് 5S വാങ്ങിക്കൊടുത്തു. അന്നത് നല്ല എക്സാം ആണ് അന്ന്. അന്ന് ഞാൻ +2 പഠിച്ച ടൈമിലൊക്കെ ഇന്റർ ക്ലാസ് ചെക്കന്മാരായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും കജ്ജത്തെ ഫോണൊക്കെ ഐഫോൺ. അതാണ് മെയിൻ. അന്ന് എനിക്കും കൂടി ആഗ്രഹം ഉണ്ട് ഐഫോൺ എടുക്കാൻ, പക്ഷെ നമ്മളെ എടുത്തില്ല. നമ്മള് അപ്പത്തെ നമ്മളെ പെണ്ണുങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഐഫോൺ എടുത്തു കൊടുത്തു. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ഇപ്പൊക്കെ ഐഫോൺ ഉണ്ട്, ഐഫോൺ ഇല്ല കേട്ടോ. അപ്പോ ഏതായാലും അങ്ങനെ കഴിഞ്ഞ് ഫോണൊക്കെ എടുത്തു കൊടുത്ത് ഞാൻ പോയി. അപ്പൊ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. നിശ്ചയം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാലോ അങ്ങനെ ഒരു പരിപാടി അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ പോയി, ഗൾഫിൽ പോയിട്ട് ഞാൻ അവിടെ എത്തി. പിന്നെ ഞാൻ കുറച്ച് പന്ത് കളിക്കുമായിരുന്നു, അത്യാവശ്യം ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പന്തളി ബേസിലാണ് ഈ വിസ കിട്ടിയത് എനിക്ക്. അപ്പോൾ കുറച്ച് ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, സൗദി അറേബ്യയിൽ റിയാദിലുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ട് ഇന്നും ഗ്രൗണ്ട് കാഴ്ചയിലൊക്കെ പോകും, കളി ഉണ്ടാകലുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കണ്ട് പരിചയമൊക്കെ. അതിലൊരു മാഷ് നല്ല പരിചയമാണ്. അപ്പോൾ മാഷിനോട് അങ്ങനെ പറഞ്ഞു നിശ്ചയം കഴിഞ്ഞിരിക്കണ്, ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കലൊക്കെ ഉണ്ട്, സംസാരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ മാഷ് കുറച്ച് അത്യാവശ്യം ദീനപരമായിട്ട് ഉപദേശവും കാര്യങ്ങളൊക്കെ നല്ല മാഷാണ്. ഇത് സലീം മാഷ് എന്ന് പറയും. അങ്ങനെ സലീം മാഷിനെ ഇരുത്തി ഉപദേശിക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ മാഷ് ജുവാൻക്ക് അതിനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, റാഷിദെ എൻ്റെ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അവളെൻ്റെ പെണ്ണായിട്ടില്ല. അപ്പോൾ ഇജ് നിൽക്കാതെ കഴിയാതെ അവളെൻ്റെ പെണ്ണാലോചിച്ച് വിളിക്കണതൊക്കെ തെറ്റാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമ്മളെ ഇതനുസരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുത്തി ഉപദേശിച്ചു. അതിന് ശേഷം എനിക്ക് തന്നെ ഞാൻ തന്നെ കുറേ ഞാൻ ചിന്തിച്ച്, പിന്നെ ശരിയാണല്ലോ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ അന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഇപ്പം മക്കത്തുണ്ട്, ഇവിടെ അമ്മോനും മക്കത്തുണ്ട്.
അമ്മായി വിസിറ്റിങ്ങിനാണ്. അമ്മായി മക്കത്തുണ്ട്. നിക്കായിട്ടില്ല. അതില് പിന്നെ ഞാൻ നേരെ അമ്മോനക്ക് വിളിക്കാണ്. ഇപ്പൊ പണിയില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ അമ്മോനക്ക് വിളിച്ചു. അമ്മോനക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എന്തായാലും നിക്കാ കഴിക്കണം. പിന്നെ നിക്കാ കഴിക്കാൻ എന്തായാലും പോള് വേണമെന്നില്ലല്ലോ. ഇപ്പം ഇവിടെ ഉണ്ട്, നിങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഞാനും അങ്ങോട്ട് വരാം. പിന്നെ മാറായിട്ട് ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും സാധനം എന്തെങ്കിലും വാങ്ങിയിട്ട് ഇവിടുന്ന് വരാം. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഓൽക്കൊക്കെ ഓക്കെ ആയി. ഞാൻ പെരിക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി. അങ്ങനെ ഞാൻ ഇവിടുന്ന് അത് പിന്നെ മാഷ് ഉപദേശിന്റെ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ ഞാൻ സംഗതികളൊക്കെ ക്ലിയർ ആക്കി. ഞാൻ നേരെ ഒരു കടയിൽ പോയിട്ട് ഞങ്ങളെ കമ്പനിയിൽ തന്നെ അവിടെ പോയിട്ട് ഖുർആൻ വാങ്ങിയിട്ട് മാറായിട്ട് ഖുർആൻ വാങ്ങിയിട്ട് ഞാൻ നേരെ വിട്ടു മക്കത്തേക്ക്. അവിടെ അമ്മോനും അമ്മായിയും പിന്നെ ഇപ്പൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു ഇസ്ലാമിക രീതിയിൽ ചെറിയൊരു നിക്കായിട്ട് ഞങ്ങൾ അവിടെ കഴിച്ചു മക്കത്ത്. ആ കഴിച്ചിട്ട് പിന്നെയാണ് ഞങ്ങള് നല്ലൊരു വിളി തുടങ്ങിയത്. അതുവരെ എനിക്ക് മൂപ്പര ഉപദേശത്തിലാണ് എന്റെ മൈൻഡ് ആകെ മാറിയത്. അപ്പൊ ഞാൻ അതിന്റെ ശേഷമാണ് ഞാൻ പിന്നെ പോയി നേരെ നിക്കാ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങളെ വിളി തുടങ്ങിയത്. പിന്നെ അങ്ങനെ പോയി. അതിന്റെ ഇടയിൽ കൂടെ ഒരു പ്രളയം വന്നു 2018. പിന്നെ പോയി കഴിഞ്ഞാൽ തന്നെ പ്രളയമായില്ലേ. 2018 പ്രളയം സെപ്റ്റംബറിലോ സെപ്റ്റംബറിലൊക്കെയാണ് പ്രളയം. ആ കഴിഞ്ഞേക്ക് തന്നെ പ്രളയം വന്ന് ഇവര് നിൽക്കണ ആ വാടകപ്പേരിയില് ഇത് കയറി, വെള്ളം കയറി. അന്നാണെങ്കിൽ കവളപ്പാറ ഇവിടെ അടുത്താണ്. കവളപ്പാറ നിങ്ങൾ പറഞ്ഞിട്ട് കാണാലോ. കവളപ്പാറയിലൊക്കെ പൊട്ടിയ സമയം എല്ലാരും ഇവിടെയൊക്കെ ആണെങ്കിൽ ആരെ വിളിച്ചാലും കിട്ടൂല. പെരക്കാരെ വിളിച്ചാലും കിട്ടൂല, വിളിച്ചാലും കിട്ടൂല. നമ്മളും കുന്നാണ്. നമ്മളെ ഒരു കുന്നിന്റെ സൈഡ്, ഇവരൊരു കുന്നിന്റെ സൈഡാണ്. അവിടെ പൊട്ടിയാൽ ഒലിക്ക് വരും, ഇങ്ങോട്ട് പൊട്ടിയാൽ ഞമ്മക്ക് വരും. അങ്ങനെയാണ് അന്നത്തെ അവസ്ഥ. തറവാട്ടാര് പേടിച്ചിട്ട് ഞങ്ങളേക്ക് വന്നിട്ട് എന്താട്ടി വൈകുന്നേരം ഞങ്ങളെ പെരിയ വെള്ളം കയറി. ഞങ്ങളൊക്കെ പിന്നെ മേലെ കയറി നിന്ന് കരണ്ടില്ല, മണ്ണെണ്ണ വളക്കത്തൊന്നല്ല. കാരണം സാധനങ്ങളൊക്കെ ഒലിച്ചുപോയി, പച്ചക്കറിയും കാര്യമൊക്കെ ഒലിച്ചുപോയി, ഫ്രിഡ്ജൊക്കെ മേലെ കൊണ്ടുവച്ച്. ഇത് ഇപ്പന്ന് ഗൾഫിലാണ്, ചെറിയപ്പന്ന് ഗൾഫിലാണ്. അപ്പൊ ഞങ്ങളെ വിവരം അറിയാൻ കഴിയുന്നില്ല. കാരണം ഓൽക്കൊക്കെ കാണാൻ കഴിയുന്നത് ന്യൂസ് കവളപ്പാറ. ഞങ്ങളിങ്ങനെ ന്യൂസ് കാണാണ്, കവളപ്പാറ പൊട്ടി, അവിടെ പൊട്ടി, ഇവിടെ പൊട്ടി, വയനാട്. ഞങ്ങള് വാടക നിന്ന പേര ഫുള്ള് വെള്ളമായത് ഫേസ്ബുക്കിൽ ആൾക്കാർ ഇട്ടും കളിച്ചേന്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ സ്വാഭാവികമായിട്ട് വെള്ളം മുങ്ങിയതൊക്കെ ഫോട്ടോ ഇങ്ങനെ വിട്ടും ചെക്കന്മാര് ഇങ്ങനെ വെള്ളം മുങ്ങിക്കണ. അപ്പൊ പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഒക്കെ ഒതുങ്ങി. എല്ലാരും പെരിയത്തെ ഇൻവേർട്ടറത്തെ കറണ്ട് വരെ അന്ന് കഴിഞ്ഞ് എല്ലാരും വെള്ളത്തിന്റെ അടിയിലേനി. എല്ലാരും സ്കൂളിൽ പോക്കും കാര്യമൊക്കെ. ഇതൊന്നും ചെറിയ പറയുന്നില്ല. എന്തോ ഫോണ് ചാർജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ ഏതാന്നൊന്നും അറിയുന്നില്ല. എന്നിട്ടാണ് മുന്നേ ലാസ്റ്റിന്റെ അടുത്തൊക്കെ പറഞ്ഞു മുന്നേ പോലെ എന്താ അവിടുത്തെ അവസ്ഥ ആലോചിച്ചാൻ വേണ്ടിട്ട് പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു നോർമൽ ഇതിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വന്ന് അപ്പോൾ ഞാൻ വരാൻ നിൽക്കാണ്. കൊറോണ ഒക്കെ വരുന്ന കല്യാണത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഈ കൊറോണ വന്നുകൊണ്ട് ആകെ ക്ലോസ് ആകുന്നത്. അപ്പൊ അങ്ങോട്ടും പോകാൻ പറ്റൂല, ഇങ്ങോട്ട് വരാനും പറ്റൂല. അപ്പൊ ഞാൻ ഒരു 2 കൊല്ലമൊക്കെ ആവാനായിട്ടോ ഞാൻ വരാൻ നിൽക്കുമ്പോഴാണ് ഈ കൊറോണ വരുന്നത്. അങ്ങനെ ഈ കൊറോണന്റെ ഇടക്ക് അങ്ങനെ വരാനൊക്കെ കുറെ ട്രൈ ചെയ്തു. പക്ഷെ ഒന്നും കഴിയണില്ല. അപ്പൊ തന്നെ മൈൻഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇതാകാൻ തുടങ്ങി. വെറും ഈ പെരപ്പണി തുടങ്ങിയിട്ടും ചെയ്തേക്കണ്. പിന്നെ അങ്ങോട്ട് വരാനും കഴിച്ചണില്ല. പിന്നെ കൊറോണ അല്ലേ. അപ്പൊ അന്നൊക്കെ കുറച്ച് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ ഇതേനി. കൊറോണ അവിടെ പിടിച്ചു, അവിടെ മരിച്ചു. ഞങ്ങളെ കമ്പനിയത്തെ ഒരു സൂപ്പർവൈസർ തന്നെ മരിച്ചിരുന്നു. പിന്നെ അന്ന് കൊറോണയില് വന്ന ക്വാറന്റൈൻ നിക്കണം, മറ്റേ ആ വെള്ളക്കിറ്റും കാര്യമൊക്കെ ഇട്ടിട്ട്. അതവിടെ അതിന്റെ മുമ്പ് വേറെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ കമ്പനിയത്തെ ഒരു സൂപ്പർവൈസർ മരിച്ചു, മലയാളി തന്നെ. മൂപ്പര മരിച്ചിട്ട് മൂപ്പര പിന്നെ അവിടെ തന്നെ അടക്കിയിരിക്കുകയാണ്. അവിടെ അടക്കിയിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോകണം. അത് വെച്ച് കറക്റ്റ് ഒരു അറിവില്ല. അതങ്ങനെ. പക്ഷെ അതൊന്നും കമ്പനികളൊന്നും മൈൻഡ് ചെയ്യണില്ല. അതൊക്കെ അതിന്റെ രീതിയിൽ അങ്ങനെ പോകുക എന്നല്ലാതെ കമ്പനി ക്ലോസും കാര്യങ്ങളൊന്നും ഇല്ല. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പിന്നെ റൂം പണി ആ രീതിയിലാണ് കൊറോണക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈമിലൊക്കെ എന്തായിട്ടെന്ന് ചെറിയ നല്ല സഹായിച്ചിട്ടുണ്ട്. ഷെഫീഖിന് പണിയില്ല, ഇപ്പാക്ക് അവിടെ കൊറോണയും കാര്യം അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമായിട്ട്
ഇപ്പൊ നാട്ടിലുണ്ട് കൊറോണ അന്നൊക്കെ ടൈമില്. ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ ഷെഫീഖിന് പണിക്കോൻ പറ്റൂല, ഉപ്പാക്ക് പണിക്കോൻ പറ്റൂല, ആക്ക് പണിക്കോൻ പറ്റൂല. ചെറിയാപ്പന് കയ്യിന് മാറി ചെറിയാപ്പന് നല്ല സഹായിച്ചിരിക്കുന്നു കേട്ടോ. അന്ന് നമുക്ക് പണി അന്ന് നമ്മളെ കമ്പനി നിർത്തി വെച്ചിട്ടില്ല. അവിടെ മാത്രമുള്ള പണി, നാട്ടില് കമ്പനിയിലൊക്കെ പണിയില്ല. പണിയുണ്ട്. കമ്പനി നിർത്തി വെച്ചിട്ടില്ല. കമ്പനി പണി തുടർന്നുകൊണ്ടേ ഇരുന്നേനി. അപ്പൊ പിന്നെ പണി ഉണ്ടായതുകൊണ്ട് പിന്നെ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടില്ലേനി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അടുത്ത റൂമില് ഒരാൾക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ ആയിട്ട് മൂപ്പർക്ക് ഇടക്കിടക്ക് ഒരു വേദന ഉണ്ടാവും. മൂപ്പർ ബാത്റൂമിൽ പോകും, ഛർദിക്കും, അങ്ങനെയൊക്കെ ആയിട്ടൊരു കാക്ക. പിന്നെ ആ കാക്കാക്ക് രാത്രി കൊണ്ടുപോകും. മൂപ്പർക്ക് വയറിൻ്റെ അടിയിലൊരു വേദന, അങ്ങനെ കൊണ്ടുവരും. പിറ്റേ ദിവസം ഈ പെയിൻ കില്ലർ അടിക്കും, കൊണ്ടുവരും. അങ്ങനെയൊക്കെ മൂപ്പർക്ക് എപ്പോഴും വയറുവേദന. മൂപ്പര് വേദന കൊണ്ട് ഇങ്ങനെ നിലവിളിക്കുകയും ചെയ്യും. ആ ഒരു സമയം മൂപ്പർക്ക് സത്യത്തിൽ ക്യാൻസറാണ്. അങ്ങനെ മൂപ്പരെ കമ്പനി പറഞ്ഞയച്ചു പറഞ്ഞാൽ ലീവിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞയച്ചു. അതും നമ്മളെ മൈൻഡ്, ഇതൊക്കെ ഈ കൊറോണയുടെ സമയത്ത് അതും നമ്മളെ മൈൻഡിലായി. എൻ്റെ റൂമിൻ്റെ അടുത്ത്, എൻ്റെ റൂമിൽ ഞാൻ ഒറ്റക്കുള്ളൂ. എൻ്റെ റൂമിൽ 2 ആൾക്കാർ ഓൾറെഡി നാട്ടിലെത്തിയിരുന്നു. അവർ വരാൻ കഴിയാതെ കുടുങ്ങി കുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കുള്ള റൂമിൽ. അപ്പോൾ നമുക്ക് പിന്നെ ഒറ്റക്കാകുമ്പോൾ പണി കഴിഞ്ഞാൽ നേരെ ഇത് നോക്കുക, മൊബൈൽ നോക്കുക, അതൊക്കെ തന്നെ പരിപാടി. അതിൻ്റെ ഇടയിൽ എനിക്കൊരു വയറിന് ചെറിയൊരു പ്രശ്നം എനിക്കും വന്നു. എനിക്ക് ആ വയറിന് പ്രശ്നം വന്നതിൽ ഞാൻ ആകെ ബേജാറായി. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് എൻ്റെ മനസ്സിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഓൾറെഡി മൈൻഡ് ആകെ കൊറോണ, ഇപ്പോൾ കല്യാണത്തിന് കുറേ തീരുമാനങ്ങളൊക്കെ എടുത്ത് വരാൻ കഴിയാത്ത പ്രശ്നവും, പിന്നെ കൊറോണ കൊണ്ട് ആകെ വേറെ കുറേ പ്രശ്നങ്ങളും, അതേമാതിരി അടുത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൈൻഡ് ആകെ തളർന്നു നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വയറിന് സത്യത്തിൽ അത് ഗ്യാസ് കയറിയതാണ്. പക്ഷെ നമുക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. അതൊക്കെ പിന്നീട് ഇപ്പോഴാണ് അതൊക്കെ ഒരു ഇതായിട്ട് തമാശയായിട്ട്. പക്ഷെ അന്ന് ഞാൻ അത്രയും അനുഭവിച്ചു. അങ്ങനെ വയറുവേദന ആയിട്ട് എനിക്ക് വയറ്റിന്ന് പോകാതായി. അങ്ങനെ ആ കമ്പനിയത്തെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ, ഞങ്ങൾ കളിക്കുന്ന കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞു. അപ്പം നമ്മളെ കാര്യം വേറെ ആൾക്കാർ പറയുമ്പോൾ അത് അനുഭവിക്കാതെ ഓൽക്കത് ഫീൽ ആവില്ല. അപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാകുന്നത് അത് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് തള്ളി വിടും. അങ്ങനെ 4 ദിവസം എനിക്ക് വയറ്റിന്ന് പോകാതായി. അങ്ങനെ പിന്നെ 5-ാമത്തെ ദിവസം ഞാൻ ഒരു നോർമൽ ക്ലിനിക്കിക്ക് പോവുകയാണ്. ക്ലിനിക്കിക്ക് പോയാലും ചിലപ്പോൾ നമ്മൾ എടുക്കൂല, കാരണം കൊറോണയാണ്, മാസ്ക് ഒക്കെ ഇട്ട് പോകണം. നമ്മൾ വിദേശിയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മൈൻഡ് തന്നെ ചെയ്യില്ല. ആ ഒരു സമയമാണ്. അപ്പോൾ ഏതോ ഭാഗത്തിന് വേണ്ടി നോക്കിയിട്ട് പിന്നെ അത് ഗ്യാസാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗുളികയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടു. വയറിളകാനുള്ള മരുന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ തന്നിട്ടും എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ആ മരുന്ന് കുടിക്കുമ്പോഴുള്ള ഒരു ആശ്വാസം നല്ല. പക്ഷെ പിന്നെ അങ്ങനെ ഒരു ഇതുവരെ ഒരു തടഞ്ഞിക്കണ മാതിരിയൊക്കെ ആയി. അപ്പോൾ അതിനെ ടെൻഷന് കുറേ കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പണിക്ക് പോകാതെ ഞാൻ എൻ്റെ പന്തളിൻ്റെ ഇതൊക്കെ ഉണ്ട്, ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിലെ ഒരു ആൾക്ക് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, പിന്നെ ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ചെയ്യാൻ. അപ്പോഴൊക്കെ ഞാൻ ഇവർക്ക് വിളിക്കണില്ല കേട്ടോ. എൻ്റെ വിളിയൊക്കെ കുറഞ്ഞു, കാരണം എൻ്റെ മൈൻഡ് വേറെയാണ്. ഞാൻ ഇവർക്കൊന്നും വിളിക്കണില്ല, ഒന്നുമില്ല. ഞാൻ വിളിച്ചാൽ ഞാൻ അന്നായിക്കോട്ടെ പിന്നെ വിളിച്ചാലാണ് വെക്കും. അങ്ങനെ നമ്മളെ എന്റെ മൈൻഡ് സെറ്റ് മാറി, ടോട്ടലി മാറി. ഇവരോട് ഞാൻ പറയണില്ല. ചെറിയാപ്പൂന പണ്ടത്തെ കൂടിയില്ല, പറച്ചിലില്ല. എന്തുകൊണ്ടാണ് ചെറിയാപ്പൂ ഇങ്ങനെ ആയത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അപ്പൊ ഞാൻ മുന്നേ വിളിച്ചതാക്കാം. പിന്നെ പെണ്ണുങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ച് ഓൾക്ക് ഇപ്പൊ എന്നെ ഇഷ്ടമല്ല, കൊല്ലം കഴിഞ്ഞപ്പോ നമ്മള് സ്നേഹം കുറഞ്ഞേക്കണം, അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ആ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ വയറൊക്കെ സ്കാൻ ചെയ്തു, മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്തു. അതൊക്കെ ചെയ്തിട്ടും ചെറിയ കുഴപ്പമില്ല, എൻ്റെ ഒക്കെ നോർമലാണ്. പക്ഷെ ഞാനൊരു ഗൂഗിൾ ചെയ്യണ ആളാണ് ഞാൻ. അന്നൊക്കെ ഈ റൂമിലൊക്കെ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ വയറിനിപ്പോൾ ഇങ്ങനെ പ്രശ്നമാണല്ലോ. അന്നൊക്കെ ഹോം റെമഡീസ് ചെക്ക് ചെയ്യൂലേ, അതിങ്ങനെ ചെക്ക് ചെയ്യണം. ആ ചെക്കണിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ തരുമ്പോൾ വയറ്റിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ വേറെ ഇതും ഈ ഗൂഗിൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മളെ മൈൻഡ് സെറ്റ് ആകെ മാറും. നമുക്ക് അങ്ങനത്തെ ആണെങ്കിൽ ഇങ്ങനത്തെ ആണെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ സ്കാനും കാര്യമൊക്കെ അതിലൊക്കെ നോർമലാണ്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ മൈൻഡ് ക്ലിയർ ആണ്. അങ്ങനെ ഞാൻ HRയിൽ പരിചയമുള്ള ആൾക്കോട് പറയണം ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് പോകണം. ഞങ്ങൾക്ക് മൂപ്പര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ പോയാൽ ഞാൻ തിരിച്ചു വരാൻ എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനെയാണ് ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വരാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ വിളിച്ച് എന്നെ കൊണ്ട് കജ്ജലുണ്ടാവില്ല കേട്ടോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്തായാലും പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൂപ്പര് പറഞ്ഞു എനിക്ക് വെറുതെ തോന്നണാണ്. പണ്ട് മറ്റേ സിനിമയുണ്ടല്ലോ ജഗതിൻ്റെ പള്ളിയിൽ കുതിര തുടങ്ങിയിട്ട് എൻ്റെ വയറ്റിൽ കുതിരണ്ട് എന്ന് പറയണ മാതിരി
തോന്നലാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ നമ്മളെ മൈൻഡ് ആകെ മാറിയിരിക്കണം. സത്യത്തിൽ അത്ര ഉള്ളതിന് മൂപ്പര് പറഞ്ഞാണ് ശരി. പക്ഷെ നമുക്കാണ് മൈൻഡ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മൈൻഡ് ആകെ കട്ടായി കിടക്കണം. മൈൻഡ് കട്ടായി എനിക്ക് കടന്നാൽ എനിക്ക് ഉറക്കമില്ല. കാരണം എനിക്ക് ശ്വാസം കിട്ടാത്ത മാതിരിയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. അതേമാതിരി 2-3 വട്ടം എനിക്ക് പ്രഷർ കുറഞ്ഞതോ കൂടിയതോ എന്താ വെച്ചാൽ നമുക്ക് ശരീരമൊക്കെ ആകെ നമ്മൾ മരിക്കാൻ പോകുകയാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ വരില്ലേ. അങ്ങനത്തെ 2-3 വട്ടം വന്നു. അതൊക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വിളിച്ച് പറയണത് വെച്ച് പോകണം എന്നുള്ളത്. പക്ഷെ ഇതൊന്നും നമുക്കൊരാളോട് പറയാൻ കഴിയില്ല. പറഞ്ഞാലും വിശ്വസിക്കൂല. ഇത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഇതറിയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോരാൻ നോക്കണം. നോക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. പിന്നെ കൈരേഖ വെക്കണം. കൈരേഖ ഇന്റത് ചില സമയത്ത് പതിയൂല. തൊലി പൊളിയണൊരു പ്രശ്നമുണ്ട് എനിക്ക് കൈയിൻ്റെ. നാട്ടിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ തൊലി പൊളിയും എൻ്റെ കൈയിൻ്റെ. നല്ല പൊളിയും, ഫിംഗർ വരൂല. അപ്പൊ അങ്ങനെ ലീവൊക്കെ അടിച്ചു, ഒക്കെ കിട്ടി, ടിക്കറ്റൊക്കെ കിട്ടി. ഞാൻ പോരുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ അടുത്ത ബേജാറ്. ഈ ഒരു ഇത് വന്നോടുകൂടി എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ആകെ ടെൻഷനാണ്. ആ രീതിയിൽ എൻ്റെത്. അങ്ങനെ ഇനി ഒരിട്ടത് ഓൾറെഡി ഞാൻ കുടുങ്ങിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഓൾറെഡി ആ ചിന്ത വന്നത്. ഇനി പോകുമ്പോൾ ഇനി കൈ രേഖ ഇനിയും പതിയാതാകുമോ എന്നുള്ളൊരു പ്രശ്നം പാക്ക് ചെയ്തിട്ടൊക്കെ വന്നതാണ്. ഇതിന് മുമ്പത്തെ ഫസ്റ്റത്തെ പോക്കിന് എനിക്കങ്ങനെ വന്നതാണ്. പിന്നെ തിരിച്ചയച്ചങ്ങാണ്ട് പിന്നെ ഫിംഗർ മാറ്റി വന്നതാണ് ഞാൻ. അപ്പൊ ആ ഒരു പ്രശ്നം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വരാൻ നോക്കും. പഠിച്ചോനെ ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ച് പോകാൻ കഴിയാതാവോ എന്നൊക്കെ പറഞ്ഞ അടുത്ത മൈൻഡും ഞാൻ എന്നിട്ട് വാസിലിനൊക്കെ ഇട്ട് തേച്ച് കയ്യിന് ഉറക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് പിന്നെ അപ്പോഴൊക്കെ കൈയൊക്കെ കൈ ഇങ്ങനെ പറക്കും ഞാൻ കൈ നനക്കാക്കാൻ വെള്ളം സോപ്പും തട്ടിയാ തൊലി പോരുന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ പോന്ന് എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ റീ എൻട്രി ആണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ റീ എൻട്രി ഫിംഗറൊന്നും വേണ്ടായിരുന്നു. ആ ഫിംഗറൊന്നും വേണ്ടാന്ന് ഒരു ശ്വാസം ഉള്ളിൽ പോയതുണ്ട്. അപ്പോൾ ജമ്മി സമാധാനമായി അൽഹംദുലില്ലാഹ് അറിഞ്ഞാണ്ട് അങ്ങനെ കയറിപ്പോയി. അതിന് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ കയറിപ്പോയി. പിന്നെ നാട്ടിലെത്തിയിട്ട് 14 ദിവസം ക്വാറന്റൈൻ നിൽക്കണം. നേരെ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വണ്ടി വിളിച്ച് പോരാനേ പറ്റുള്ളൂ. ഇവിടുന്ന് ആൾക്കാർക്ക് കൊണ്ടുവരാൻ വരാൻ പറ്റൂല. അങ്ങനെ വണ്ടിയൊക്കെ വിളിച്ച് ഞാൻ സ്വന്തമായിട്ട് അവിടുന്ന് ടാക്സി വിളിച്ച് പോകുന്നു. അവിടെ നേരെ പെരയിൽ ഇറങ്ങി. എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ എൻ്റെ ശരീരം ആകെ മെലിഞ്ഞ് ഒട്ടി ഇങ്ങനെ പറ്റയിക്കണം. ഷേവൊന്നും ചെയ്യാതെ അങ്ങനെ പോന്നൊക്കെയാണ് ഞാൻ. എൻ്റെ മൈൻഡിൽ അതൊന്നും ഇല്ല. അങ്ങനെ ഷേവ് ചെയ്ത് ചൊറുക്കൂട്ടി പോകണം എന്നുള്ള മൈൻഡൊന്നും ഇല്ല എനിക്ക്. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി, ആ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനെ ഇവിടെ പിന്നെ ഉമ്മയും പെങ്ങന്മാരും അവലൊക്കെ ഇങ്ങനെ കാത്തിക്കുക. അപ്പൊ ഉമ്മ എന്നെ കണ്ടേക്ക് ടെൻഷൻ അടിച്ച് ഉമ്മയാണ് ഇരുന്ന് അവിടെ. നമ്മളാ കോലത്തിൽ കണ്ടിട്ട് ഉമ്മക്ക് ആകെ എടങ്ങാറായിട്ട് ഉമ്മ അവിടെ ഇരുന്നു. ഇച്ചുവിനൊന്നും പറയാല്ല. ഞാൻ നേരെ അങ്ങനെ കയറിപ്പോയി. കാരണം ഞാൻ ക്വാറന്റൈനിലാണ്, മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നേരെ പെരേക്ക് കയറിപ്പോയിട്ട് ഒറ്റക്ക് നിൽക്കാൻ പേടി പെരയില്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. 2-ാമത്തെ ദിവസം പിന്നെ ഞാൻ ഇമ്പക്ക് വിളിച്ചാണ്ട് പെരേക്കൊന്ന് വരും, വെറുതെ ഷെഫീഖിനും കൂട്ടി. ഷെഫീഖ് കൂടെ ഉണ്ടല്ലോ, ഒന്ന് കാണാനാണെന്ന് പറഞ്ഞാണ്ട് ഞാൻ വിളിച്ചു വരുത്തി. നിശ്ചയത്തിന് അന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല. 2.25 കൊല്ലോ അല്ലേ? ഞങ്ങള് ഫോണിൽ കൂടെ നല്ല പരിചയമാണ്. അങ്ങനെ അമ്പോട് വരാൻ പറഞ്ഞ അന്ന് തന്നെ ഷെഫീഖിന് കൂട്ടി അത് വർത്താനം പറയാനാണ് പറഞ്ഞു. അങ്ങനെയൊന്നല്ല വന്നിട്ടില്ലെങ്കിൽ എന്നോട് ഞാൻ വിളിക്കൂലില്ല, അന്ന് ഞാൻ മെസ്സേജ് അയക്കൂല, അന്ന് ഞാൻ കാണാൻ വരൂല എത്തിച്ചു. അതില് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്നെ ചെയ്താണ് പോയിക്കഴിഞ്ഞൊക്കെ പറഞ്ഞു. അതില് ഞാൻ ഉപ്പാനോട് പറഞ്ഞു, ഇപ്പാക്ക് നിങ്ങള് വിളിച്ചു. ഇപ്പാക്ക് ഞാൻ വിളിച്ചു, ഓളൊന്ന് വിടുവോന്ന് ചോദിച്ചാൽ കാണാനാണ്. ഷെഫീഖ് ഉണ്ട് ഇവിടെ. അപ്പൊ ഷെഫീഖിന്റെ ഒപ്പം പറഞ്ഞാൽ മതി. ഷെഫീഖിന്റെ ഗ്രൗണ്ടിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞാനും ഷെഫീഖും പോയി കാണാൻ വന്ന് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു. ചെറിയ പിന്നെ കണ്ടിങ്ങനെ തരുന്നല്ലോ. ആദ്യം ഇങ്ങനെ ഷെഫീഖിനോട് വെച്ച് ഞാൻ ഓളോട് വർത്താനം പറയുന്നു. അതിനെന്താ വർത്താനം വന്നു സമ്മതൊക്കെ ചോദിച്ചാണ്. അങ്ങനെ ഏതായാലും അതില് ചെറിയ പിന്നെ കണ്ടിയില് ഇങ്ങനെ നിന്ന് കണ്ണുകൂടെ അങ്ങനെ വെള്ളം വീണ്. എന്തിനാ നിങ്ങള് കരയണ് എന്നെ ഞാൻ ചോദിച്ചു. ആ ടൈമില് നമുക്ക് ഇടങ്ങാറായിട്ടോ. ഇപ്പൊ ചിരിച്ചാണ്. എന്തിനാ നിങ്ങള് കരയണ്? ഞാൻ എന്നെ കാണുകയാണ്. അതില് പിന്നെ അവിടെ ഇരുന്ന് കുറച്ചേരൊക്കെ വർത്താനം വന്ന് എന്നോടാന്ന് വെച്ച് കൊറേ മാറി. ഒന്നാമത് നമ്മള് കാട്ടിൽ എൻഗേജ് ആയി ഇങ്ങനെ നിന്നു. ഇപ്പൊ
നാട്ടിലെത്തിയപ്പോൾ നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ കാണാൻ തുടങ്ങി, ഇങ്ങനെ വർത്താനം പറയൽ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകും. ഞാൻ ഡോക്ടറെ പിന്നെ ഇവിടെ വന്നിട്ട് ഇവരെ കണ്ടുപോയി. പിന്നെ ഉമ്മയും ഞങ്ങളെല്ലാവരും ക്വാറന്റൈൻ പോയി 4 ദിവസം നിന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ കടയുണ്ട്. ആ ഇടയിലാണ് മോദിന്റെ ഒരു ഇത് വരുന്നത്, വിവാഹപ്രായം 21 വയസ്സാക്കണേ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇത് കഴിഞ്ഞിരിക്കണല്ലോ. അപ്പം ഉമ്മയൊക്കെ ഇവിടുന്ന് പറയുന്ന ഉമ്മയൊക്കെ വിളിച്ചെങ്ങാണ്ട് പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും നിൽക്കാമെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ പള്ളിക്കത്തതൊക്കെ നോക്കി ആ രീതിയിൽ നടത്താമെന്ന് പറഞ്ഞിട്ട് ഓലിങ്ങനെ വിളിച്ചു. അപ്പം ഞാൻ പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു. പിന്നെ കല്യാണം നിൽക്കാൻ കൂടി ആയിക്കോട്ടെ, നിൽക്കാൻ കഴിച്ച് ഞാൻ കല്യാണം ഒക്കെ പാടെ ഒന്നിച്ചായിക്കോട്ടെ, അതിനായിട്ടൊരു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ക്വാറന്റൈൻ നിൽക്കുമ്പോൾ തന്നെ അതൊക്കെ തീരുമാനമാക്കുകയാണ്. 14 ദിവസം ക്വാറന്റൈന് ഇറങ്ങി. ഒന്നിനും ഞാനല്ല, അപ്പൊ ഞാൻ ക്വാറന്റൈനിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വരുന്നതേ 50,000 റുപ്യയും കൊണ്ടാണ്. അങ്ങനൊന്നും കൂടി കിട്ടോ പറ്റടങ്ങാറായിട്ട് പോകുന്നതാണ്. അങ്ങനെ പെങ്ങന്മാരൊക്കെ സഹായിച്ചു, അതുപോലെ സ്വർണ്ണമൊക്കെ തന്ന് സഹായിച്ച് അങ്ങനെ മാറൊക്കെ വാങ്ങി, പിന്നെ ഒരു കട്ടിലും കാര്യമൊക്കെ വാങ്ങി. അങ്ങനെ കാര്യമായിട്ട് നോക്കിയില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് ആരും വിളിച്ചേണ്ട ആവശ്യമില്ല. ഒരു 10 ആൾക്കാരൊക്കെ എൻ്റെ കല്യാണത്തിനുണ്ടായിന്. ഓലെ അവിടെ ഒരു 200-300 ആൾക്കാരും ഉണ്ടായിന്. അങ്ങനെ കല്യാണമൊക്കെ ഫിക്സാക്കി. പിന്നെ അങ്ങനെ നവംബർ 2-ാം തീയതി കല്യാണം അല്ലേ, നവംബർ 2-ാം തീയതി കല്യാണം. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോഴും ഇതിൻ്റെ ആ ഒരു ഇത് പോയിട്ടില്ല. ചെറുങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആയ എല്ലാത്തിലും, എന്നാലും ചെറിയൊരു ഇതിങ്ങനെ പ്രശ്നം ഇങ്ങനെ എനിക്കുണ്ട് ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്, പുറത്ത് കാണുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഉള്ളിൽ ആ ഒരു ഇത് ഇങ്ങനെ ഉണ്ട്. അതൊന്നും എനിക്കാണ് കറക്റ്റാണ് വരുന്നില്ല. എന്തോ അതൊക്കെ ആ ഒരു ഇത് പോകാൻ കുറച്ച് സമയം എടുക്കുവായിക്കാന്ന് വിചാരിച്ചിട്ടേക്കാ. അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഇവിടെ നിലമ്പൂർ സരിത്ത് ഡോക്ടർ ഉണ്ട്, ഹോമിയോന്റെ. മൂപ്പര് പോയി കണ്ട്, മൂപ്പരിനോട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേനി, ഞാൻ ഗൂഗിളൊക്കെ ചെയ്തേനി. അങ്ങനെ എനിക്ക് ആ സുഖമാണെന്നുള്ളത് ഞാൻ മൈൻഡിൽ സെറ്റായി. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു സാരല്ല, ഒരു 15 ദിവസത്തിന് മരുന്ന് തന്നു. പിന്നെ അത് കുടിച്ചു. പിന്നെ ഒരു 15 ദിവസത്തിന് പിന്നെ ഞാൻ 15 ദിവസം കഴിഞ്ഞിട്ട് ചെന്നു. അപ്പോൾ എനിക്കൊരു ഏകദേശം എന്താ കിട്ടി. മൂപ്പരോട് പറഞ്ഞു പോക്കാണ്, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ മനസ്സിൽ തന്നെയാണ് തോന്നിയത്, മറ്റേ എനിക്കത് തോന്നിയില്ല. എൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ആ ഒരു ഇത് വന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞു. മൂപ്പരിനോട് പറഞ്ഞു അതായാലും നന്നായി, ഇത് കുടിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിപ്പോൾ തന്നെ ഇതായത് നന്നായി എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് ആ പ്രശ്നമെല്ലാം വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെയാണ് ഒരു വർഷം ഇവിടെ കുടുങ്ങി കിടക്കല്ലേ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 1 മാസം കൊണ്ട് തന്നെ വിശേഷമായി. പിന്നെ ഇവിടെ കുടുങ്ങി കിടക്കാണ്. കല്യാണം കഴിഞ്ഞ് ചീട്ട് കീറിയിരിക്കണം ഓൾറെഡി. അതിൻ്റെ ഇടയിൽ കൂടെ വിശേഷമായി. പിന്നെ പണിയൊന്നുമില്ല, തിരിച്ച് കയറാൻ കഴിയൂല. തിരിച്ച് കയറാണെങ്കിൽ തന്നെ മറ്റേ കണക്ഷൻ പ്ലേറ്റ് ഒക്കെ എടുത്ത് പോകണം. അതേമാതിരി കൊറോണ ടെസ്റ്റ് നോക്കണം. പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ പോകാൻ കഴിയൂല. പക്ഷെ പൈസ ഓൾറെഡി കൊടുത്തിടണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. 1,50,000 റുപ്യ അങ്ങനത്തെ കുറേ പറയുന്നുണ്ട്. ഒരു 1,50,000 റുപ്യ ചിലവനുണ്ട് നമുക്ക് പോകാൻ. നേപ്പാൾ പോയി, ഇല്ലെങ്കിൽ ഖത്തർ പോയി, ഇല്ലെങ്കിൽ വേറെ ഏതൊക്കെ മലേഷ്യ പോയി, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ്. ലാസ്റ്റ് പോണ്ടെന്ന് വെച്ചു. ഇങ്ങനെ അത് ഇനിയും കുറേക്കാരം പക്ഷെ അത് കുറേയല്ല, അത് ഇങ്ങനെ കൂടി പോവുക ചെയ്തത്. അങ്ങനെ വീട് പണി ഇങ്ങനെ നിൽക്കണം, ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ വാർപ്പ് വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കണം. 1.5 കൊല്ലം അങ്ങനെ കഴിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഈ പ്രശ്നം വന്നാണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോലുണ്ടായത്. അങ്ങനെ നിങ്ങള് ചെറിയപ്പോ ലാസ്റ്റ് എന്താ പണിയും കാര്യമൊന്നും ഇല്ല, അതിന്റെ പച്ചക്കറി വണ്ടി പോക്കുന്നു. അങ്ങനെ ചെറിയപ്പോ ഒരു പണിയില്ല, അതിന്റെ ലാസ്റ്റ് ഒരു പച്ചക്കറി വണ്ടിയില് ഡ്രൈവറായിട്ട് പോക്കുന്നു. അന്ന് പള്ളിയിലായോണ്ട് പിന്നെ വെറുതെ നടക്കൂല. എന്നും മാസം ഹോസ്പിറ്റലിൽ പോകണം, എന്തെങ്കിലും പരിപാടി വേണ്ട വെച്ചിട്ട് പിന്നെ പച്ചക്കറി വണ്ടിയിൽ കയറി ഡ്രൈവറായിട്ട്. ഇങ്ങനെ നമ്മളെ വൈക്കടവ്, നാരേക്കാവ്, അങ്ങനെ ആ ഒരു വൈക്കൂടെ അങ്ങനെ പച്ചക്കറി വണ്ടിയിൽ പോയി ഡ്രൈവറായിട്ട് വൈകുന്നേരം ആകുമ്പോത്തിന് ഒരു 500 കിട്ടും. പള്ളിയിലുണ്ടായതുകൊണ്ട് മാസം ആശുപത്രി പോകണം, ചെക്കിങ് ഉണ്ടാവും, സ്കാനിങ് ഉണ്ടാവും. ഞങ്ങൾക്ക് എന്താക്കുക പള്ളിയിലുള്ള ടൈമില് ആശുപത്രി പോകുന്ന ടൈം ഭയങ്കര പേടിയുള്ള ടൈം. കാരണം ചെറിയാപ്പൂന്റെ സിറ്റുവേഷൻ നമുക്ക് ശരിക്കറിയാം. 10 പൈസ ചെറിയാപ്പൂന്റെ പൈസ തന്നാൽ തന്നെ നമുക്ക് പാവം തോന്നും. അന്ന് കുടുങ്ങി പോയ ടൈമാണ്. എന്നിട്ട് ഞാൻ വാണ്ടിയതൊന്നും ഞാൻ പറയില്ല കേട്ടോ പള്ളിയിലുള്ള ടൈമിൽ എന്തായാലും. കാരണം ഇതിന്റെ അവസ്ഥ നമുക്ക് ശരിക്കും അറിയും. അതുകൊണ്ട് ആശുപത്രി പോകുന്ന ടൈം നല്ല പേടിയില്ല, ഇടങ്ങാറില്ല ടൈമേന്. പിന്നെ പച്ചക്കറി വണ്ടി പോലെയൊക്കെ തുടങ്ങി. അത് പിന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയി. 1 മാസം 1.5 മാസം എന്തോ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ആയി. പച്ചക്കറി അതന്നെ നിർത്തി തോന്നുന്നു പരിപാടി. ലൈനിൽ കൂടെ പോക്ക് നിർത്തിയോണ്ട് ഒരു ലാഭമില്ലാത്തതുകൊണ്ട്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോളോബ്രിക്സിന്റെ ഹോളോബ്രിക്സ് നമ്മളെ ഒരു അറിയുന്ന ആളുണ്ട്, ബാബോട്ടെന്നറി. അവിടെ ഹോളോബ്രിക്സിന്റെ അവിടെ കയറി. അത് 4 മണിക്ക് നീച്ച് പുലർച്ചെ 4 മണിക്ക്. 4 മണിക്ക് ചെറിയാപ്പോ പോണെന്ന് വെച്ചാലും ഇച്ചയാണ് അതിന്റെ ക്ഷീണം മൊത്തം. ചെറിയാപ്പൂനെ 4 മണിക്ക് നീപ്പിച്ച് ബംഗാളിയാളെ ഇപ്പൊ പണിയായതുകൊണ്ട് ബംഗാളിയാള് രാവിലെ നീച്ച് ചെറിയാപ്പ് കേറിയപ്പോ അയറ്റങ്ങൾക്ക് ഒരുക്കും ഇന്ത മാതിരി അയക്ക് ഞാൻ കൂടുമ്പോ കമ്മീഷൻ കുറയാണ്. രണ്ടാൾക്കാർ വേണമെങ്കിൽ 3 ആൾ എടുക്കല്ല, പോലെ കമ്മീഷൻ കുറയും. അപ്പൊ ഓലേക്ക് ഞാൻ എങ്ങനെയാലും പോണം എന്നുള്ള രീതിയിലേനി ഓലത്. കാരണം സിമെന്റ് ചാക്ക് കൂടുതലിടും. ഇപ്പൊ 20 ചാക്ക് അടിക്കുന്നിടത്ത് പോലെ 25 ചാക്കും. നമുക്ക് 20 ചാക്ക് അടിച്ചുമ്പോ തന്നെ നമ്മള് പോയ നമ്മള് ഗൾഫിൽ നിന്ന് വരല്ലേ. ഗൾഫിൽ എന്നിട്ട് ഈ പണിയൊക്കെ എടുക്കുമ്പോ നമ്മളെ കൊണ്ട് കഞ്ചൂല. അപ്പൊ തടി അതിനോട് വയങ്ങൂല തടി. പക്ഷെ ഞാൻ എട്ടങ്ങാറായിട്ട് അതും പോയൊരു 1 മാസമൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ അതിന് നല്ല പൈസ ഇട്ടീനെ. കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര സന്തോഷാണ്. കറണ്ട് ഇല്ലെങ്കിൽ ആ പണി നിക്കും. കറണ്ട് വന്നാല് പിന്നെ ആ പണി ഇതാവുള്ളൂ. പാഞ്ഞു വരുന്നത് കുറച്ചു നേരം വന്ന് കറക്കും. പിന്നെ കട്ടല്ലേ, കട്ടക സിമെന്റ് ഒക്കെ ആയിട്ട് കജ്ജൊക്കെ ലോഡ് വരും 2000 1000. അപ്പൊ അതിലാതെ ഇറങ്ങിറങ്ങാരോ ഊര ഉപ്പാട് പോകും. അങ്ങനെയൊക്കെ ഒരു കഥ. അതും കുറച്ചായപ്പോ അതും നിർത്തി. അത് കഴിഞ്ഞപ്പോത്തിനാണ് പിന്നെ നിർത്തി. പിന്നെ പോകാനുള്ള വഴികൾ ഇങ്ങനെ നോക്കണം. അതല്ലേ ചെറിയാപ്പോനെ കട്ടക്കാലത്തൊക്കെ 4 മണിക്ക് നീപ്പിച്ചുമ്പോ ഇങ്ങനെ ഈ വയസ്സായ ഈ പ്രായമായോലി നുള്ളി കൊടുക്കൂലേ, അങ്ങനെ നുള്ളി കൊടുക്കും. കടക്കട്ടെ പണ്ടാതെ കുറച്ചു നേരം കിടക്കട്ടെ, ഒരു 5 മിനിറ്റ് ഒരു 10 വിളിച്ച് പോകുമ്പത്തിന് എന്തെങ്കിലും ചായക്കടി ഉണ്ടാക്കിയേക്കണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച ചായയൊക്കെ അങ്ങനെ നുള്ളി കൊടുക്കും. ഒരു മയക്കോട്ട് ഇടും, അങ്ങനെ നുള്ളി കൊടുക്കും. പോവാതെ വഴിയില്ല. വേറെ എന്തേലും ആണെങ്കിൽ നമുക്ക് എന്തേലും ഒക്കെ നോക്കാം. വേറെ ഒരു പണി ആ ടൈമില് കിട്ടാനോ അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല അല്ലേ. താഴ്ത്തുന്നുണ്ട് ഒറ്റ പൊന്തലേന്. പിന്നെ ഏതായാലും അതും അങ്ങനെ ആയിട്ട് പിന്നെ അതും നിർത്തി. അത് നിർത്തിയതിന്റെ ഇടക്കാണ് പിന്നെ ഇതിങ്ങനെ പെര കാണുമ്പോ പെര തേക്കാതെ അങ്ങനെ പൂപ്പലൊക്കെ കുടിച്ച് കിടക്കല്. ആ വാർപ്പ് ചെയ്തിട്ടാ പിന്നെ മഴക്കാലം കുറെ കൊണ്ടാലൊക്കെ പെരന്റെ ഇതിനൊരു ഇതുണ്ടാവുമല്ലോ. അത് കാണുമ്പോ ഇതിലേക്ക് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ അതും നമുക്കൊരു സങ്കടമാണ്. പൈസ അല്ല. അന്ന് കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ പറയും അന്നേ എന്റെ പെരേക്ക് കൊണ്ടുണ്ട്, പുതിയ പെരേക്ക് പയ്യൊക്കെ കൊണ്ടുപോകില്ലാന്ന് പറഞ്ഞു. സാഹചര്യമൊക്കെ മാറ്റി മറിച്ചു. അത് കഴിഞ്ഞിട്ട് ഏതായാലും നമ്മളൊരു വീട് വിറ്റുപോയി. നമ്മളെ തറവാട് വിറ്റു. വിറ്റ പൈസക്ക് ഏതായാലും ഒരു 4-5 ഉറുപ്പ്യൊക്കെ വിറ്റ്. ആ വിറ്റ പൈസ നേരെ കൊണ്ടുവന്ന് പെരമ്മക്കാൻ വിട്ടു. പിന്നെ പെരപ്പണി ചട്ടപ്പെട്ടെ അതിന്റെ ഇടയിൽ കൂടെ പ്രസവവും കാര്യങ്ങളായിട്ട് എല്ലാ പൈസ എവിടുന്നാ വന്നത്, എങ്ങനെ റെഡി ആയത് ഒന്നും എനിക്ക് ഇപ്പോഴും അതിനെ കുറിച്ച് ഐഡിയ ഇല്ല. പണി എനിക്കില്ല. ഈ സ്ഥലം വിറ്റ പൈസ ഉണ്ടേന്. പിന്നെ കുറച്ച് ആൾക്കാരെ സഹായിച്ചു. പിന്നെ കുടുംബത്തിൽ തന്നെ കുറച്ച് ആൾക്കാര് നമ്മൾ പ്രതീക്ഷിച്ച് സഹായിക്കുന്നുള്ള ആൾക്കാര് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുണ്ടാവില്ല, ഓല് നമ്മളെ നല്ലോണം സഹായിച്ചു. പിന്നെ കുറെ ആൾക്കാര് കടം തന്ന് അങ്ങനായിട്ടും പെരപ്പണി ചുറ്റും നിറണ് തീർന്നു. പക്ഷെ അന്ന് അടിയിടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു അടിയൊന്നും ഇടണ്ട, ഞാൻ അതിനും വേണ്ടി ഇനി കടം വരുത്തണ്ട ഇറങ്ങാണ്ട് ഉമ്മ അങ്ങനെ കയറാറ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ബാവോട്ടൻ്റെ കട്ടക്കാലത്തിൽ മുപ്പര് കുറച്ച് പൈസ തന്നുകാണ്ട് അടിയും കൂടി ഇട്ടഞ്ഞപ്പോ അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ അടി നന്നാക്കലുണ്ടാവില്ല ഇറങ്ങാണ്ട് മുപ്പര് പൈസ തന്നുകാണ്ട് അടിയിട്ടു കഴിഞ്ഞാൽ പിന്നെ പോകണം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 5-8 ലക്ഷം ഉറുപ്പ്യ കട ഉണ്ടാവും. പരിപാടിയൊക്കെ തീർത്ത് കുടിലിപ്പൊക്കെ തീർത്ത് അങ്ങനെ പ്രസവം കഴിഞ്ഞു. പ്രസവം ഓഗസ്റ്റ് 15. അതേമാതിരി സെപ്റ്റംബർ 6 കുടിൽക്കലും വെച്ചു. കുടിൽക്കല് വെച്ച് കഴിഞ്ഞേക്ക് ഒരു മാസം ഞാൻ നിന്ന് കുടിയില്. ഞാൻ ഇവിടെ 90 കഴിയാതെ തന്നെ ഞാൻ കണ്ടു കൊണ്ടുവന്ന് പോകാന് 1 ലക്ഷം ഉറുപ്പ്യ വേണ്ടീന് കേട്ടോ. അതും കടം വാങ്ങി. അക്കൗണ്ടിൽ 1 ലക്ഷം ഉറുപ്പ്യ വേറെ കാണിക്കാനും വേണ്ടീന്, അതും കടം വാങ്ങി. നേരെ പോണ് ടെസ്റ്റ് എടുത്ത് ഖത്തറിൽ 14 ദിവസം ക്വാറന്റൈൻ നിന്നിട്ട് പിന്നെ പോണ് സൗദി അറേബ്യക്ക്. അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ പോകുമ്പോ വെച്ച് പ്രശ്നങ്ങളില്ല കേട്ടോ. ഞാൻ ഫുൾ ഫ്രീ ആയി. വീട് പണിയൊക്കെ കയറി സന്തോഷം ഹാപ്പി ആയിട്ട് ചെറുക്കനെ കണ്ട് പോയി. പിന്നെ കുട്ടിയുള്ളതുകൊണ്ട് പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം നല്ലോണ്ട്. തേങ്ങി കരഞ്ഞു കയ്യിന്ന് പോയ ടൈമിനാണ്. പിന്നെ ചെറിയപ്പോ പോണ്ടി നിന്ന ടൈമിൽ ഒരു റേഞ്ച്, ഒരു സാധാ കോൾ ചെയ്യാൻ ഓഡിയോ കോള് പോയിട്ട് റേഞ്ച് ഇല്ല. കുട്ടീന്റെ ഫോട്ടോ ഒക്കെ ഒന്ന് കാണണമെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് ലോഡാക്കിയിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണാൻ പറ്റൂല. ഫോട്ടോ വോയിസ് വിടാൻ പറ്റുള്ളൂ, കോളിങ് പറ്റൂല. അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ പോയ ആ ടൈമിൽ കേട്ടോ. പിന്നെ പോകുമ്പോ അവിടെ എത്തി പിന്നെ കണക്കൂട്ടാണ്.
എത്ര അവിടേക്ക് കൊടുക്കാണ്ട് എവിടെയൊക്കെ കൊടുക്കാൻ ഒരു കൂട്ടി വന്നപ്പോ ഒരു 10 ലക്ഷം റുപ്യ എനിക്ക് കടണ്ട്. ഞാൻ പെര കയറ്റി പോയി. പക്ഷെ ഒക്കെ ഉഷാറായിട്ട് തീർന്നു. ആ പേപ്പറൊക്കെ ഉണ്ടായിനി, ഇരിച്ച പേപ്പറൊക്കെ ഉണ്ടായിനി. ഞങ്ങൾ ഇങ്ങനെ രാത്രി കണക്കൂടും, ഇന്നാക്ക് എത്ര അപ്പൊ അത് എഴുതും, ഇന്നാക്ക് എത്ര കൊടുത്തു അപ്പൊ അത് മൈനസ് ചെയ്യും. പിന്നെ അവിടെ പോയിട്ട് ഒരു 12,000 റുപ്യ സാലറി ഉള്ളേന് അവിടെ. പക്ഷെ കളി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കളിന്റെ ദിവസമൊക്കെയാണ് പോയിരുന്നു. അത്യാവശ്യം കളിക്കുമായിരുന്നു. അപ്പൊ എല്ലാ മുട്ടൊക്കെ പൊരിക്കായിരുന്നു പരിപാടി നിർത്തി. അങ്ങനെ ഒരാഴ്ചയിൽ എന്തായാലും 3 കളിയൊക്കെ അന്ന് കിട്ടിയിരുന്നു. ശമ്പളത്തിന്റെ അതേ ശമ്പളം കളിച്ചാലും ഞമ്മക്ക് കിട്ടും. അങ്ങനെ ഘട്ടങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. എല്ലാം നല്ല ഉഷാറായിട്ട് എല്ലാം എവിടെ ഒരു മുട്ടോ ഇങ്ങനെ ഈ ഒരു പ്രശ്നം, ഇനി ഒരു മൈൻഡ് സെറ്റിന്റെ ആ പ്രശ്നം എനിക്ക് വന്നില്ല, ഒരു പ്രശ്നം വന്നില്ല. അത് ചിലപ്പോൾ വന്നത് നല്ലതിനാണെന്ന് ഞാൻ ഇപ്പൊ കരുതുന്നുണ്ട്. അത് വന്നതിന്റെ ശേഷമാണ് എനിക്ക് പിന്നെ അങ്ങോട്ട് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ എന്റെ എന്ത് വന്നാലും എനിക്ക് ചിരിച്ച് തള്ളാൻ കഴിയും. ഞാൻ അത് ഫേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ എന്ത് പ്രശ്നം വന്നാലും എന്തൊരു വന്നാലും ഞാൻ ഇപ്പൊ മൈൻഡ് ചെയ്യല്ല. വരുന്നോടത്ത് വെച്ച് വരട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിൻ്റെത്. അത് എങ്ങനെ ആയതൊന്നും വെച്ചറിയില്ല. ഇത് അതിന്റെ ശേഷം വന്ന ഒരു മനോധൈര്യം ഇക്കാരം. ഇതൊക്കെയാണ് നമ്മളെ കഥ. അങ്ങനെ കടക്കെ വീടി, പിന്നെ ഗൾഫ് നിർത്തി. അപ്പൊ കല്യാണ സ്റ്റോറി ആയി, ഇന്ത്യ ഒരു സ്റ്റോറി ആയി. സത്യത്തില് ഗൾഫ് നിർത്തി, ഈ ഒരു നിർത്തിപ്പോക്ക് ഒറ്റടിക്ക് നിങ്ങളുടെ ഉണ്ടായതല്ലേ? ഗൾഫ് നിർത്തിയതും ഒറ്റടിക്ക് നിർത്തിയാണ്. ആലോചിക്കാൻ നിന്നാ പിന്നെ നമ്മൾ അങ്ങനെ ഇനിയിപ്പോ എന്താ വന്നിട്ട് കാട്ടുക എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തകളൊക്കെ വരും. അങ്ങനെ അവർക്ക് ആൾക്കാർ ചിന്തിച്ചതുകൊണ്ട് ഞാനും ചിന്തിച്ചിനി, ഇനിയിപ്പോ നിർത്തി അവിടെ പോയി എന്താ കാട്ടുക, എനക്ക് ഇങ്ങനെ ചിന്തിച്ചേക്കും. അതിന്റെ ഇടയിൽ കൂടെ എന്താ കാട്ടുക, നമുക്കുണ്ടാവില്ല ഫാമിലിയൊക്കെ നിൽക്കാൻ. എല്ലാവർക്കും ഉണ്ട്, എനിക്കും പോകുന്നതിന്. പക്ഷെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ശേഷം എനിക്ക് മൈൻഡ് സെറ്റിന്റെ മാറിച്ച് മനോധൈര്യം നല്ല ഉണ്ടായി. ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങനെ നിർത്തി പോകുന്നു. ഇവിടെ ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളൊന്നും, വലിയ പൈസ എന്ന് പറയാനും, പക്ഷെ എന്നാലും സന്തോഷം അതുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടത് അതല്ലേ, സന്തോഷം സമാധാനം. പൈസന്റെ ഒക്കെ വേലല്ലേ ഇപ്പൊ ഇതൊക്കെ. അപ്പൊ അതേതായാലും ഉണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കല്യാണ സ്റ്റോറി. ഇപ്പൊ കൂടുതൽ ഇതിൽ ഇന്റെ സ്റ്റോറി വന്നിക്കണോ. ഇതാണ് നമ്മളൊരു കഥ. കൊറേ സങ്കടവും കൊറേ കച്ചറിയും തെറ്റിലും മുണ്ടിലൊക്കെ ആയിട്ടില്ലേ. ഇപ്പൊ ഞങ്ങള് നിശ്ചയം കഴിഞ്ഞിട്ട് ഏകദേശം 8 കൊല്ലം 7 കൊല്ലം കഴിക്കണം കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം. അപ്പൊ അന്ന് മുതൽ ഒപ്പം കൂടിയിട്ട് എന്താ പറയല്ലേ? എന്താ അൽഹംദുലില്ലാ പറയാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മളെ കഥ, നമ്മളെ മാരേജ് സ്റ്റോറി, നമ്മൾ ഫേസ് ചെയ്ത ചെറിയ ചെറിയ പ്രശ്നങ്ങളും. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.